നമസ്കാരം. പ്രധാന വാർത്തകൾ. ശുഭാംശു ശുക്ലയെ സ്വാഗതം ചെയ്ത മോദി. ബഹിരാകാശം കീഴടക്കി തിരിച്ചെത്തിയ ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് ഗഗൻയാനിലേക്കുള്ള മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണെന്നും ബഹിരാകാശ യാത്രികൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ സമർപ്പണം, ധൈര്യം എന്നിവയിലൂടെ 1 ബില്യൺ സ്വപ്നങ്ങൾക്ക് പ്രചോദനം നൽകിയെന്നും മോദി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. ശുഭാംശു അടക്കമുള്ള 4 ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം 4 ദൗത്യത്തിലെ ക്രൂ ഡ്രാഗൺ ഗ്രേസ് പേടകം കാലിഫോർണിയ തീരത്ത് വിജയകരമായി ലാൻഡ് ചെയ്തു. ശുഭാംശുവിന് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗ്ഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോ സുൻസാക്കി, ഹംഗേറിയിൽ നിന്നുള്ള ടിബോർ കാബു എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത്. പലതവണ മാറ്റിവെച്ച വിക്ഷേപണത്തിന് ശേഷം ജൂൺ 26-നാണ് ആക്സിയം 4 ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. പന്തീരങ്കാവ് ഇസാഫ് ബാങ്ക് കവർച്ച 39 ലക്ഷം രൂപ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ഇസാഫ് ബാങ്കിന്റെ 40 ലക്ഷം കവർ ചെയ്ത കേസിൽ നിർണായക വഴിത്തിരിവ്. 39 ലക്ഷം രൂപ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. പ്രതിയുടെ വീടിന്റെ 1/2 കിലോമീറ്റർ അകലെയാണ് പോലീസ് പണം കണ്ടെത്തിയത്. കഴിഞ്ഞ ജൂൺ 11-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. കേസിൽ പന്തീരാങ്കാവ് സ്വദേശി ഷിബിൻലാലിനെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് 50,000 രൂപ മാത്രമാണ് പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചത്. എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് 39 ലക്ഷം രൂപ പ്രതിയുടെ വീടിന്റെ 1/2 കിലോമീറ്റർ അകലെ നിന്ന് പോലീസ് കണ്ടെത്തിയത്. പന്തീരാങ്കാവിൽ ജൂൺ 11-ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. ആലപ്പുഴയിൽ കാൽനട യാത്രക്കാരായ സ്ത്രീകളെ കാറിടിച്ച് തെറിപ്പിച്ചു. ഒരാൾ മരിച്ചു, മറ്റേയാൾക്ക് ഗുരുതര പരിക്ക്. ആലപ്പുഴ ബൈപ്പാസിൽ കൊമ്മാടിയിലുണ്ടായ വാഹനാപകടത്തിൽ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാൽനട യാത്രക്കാരായ സ്ത്രീകളെ കാറിടിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരു സ്ത്രീ മരിക്കുകയും മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കൊമ്മാടി സ്വദേശി സുദക്ഷിണയാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ബിന്ദുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ ബിന്ദുവിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇരുവരും റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് കാറിടിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. ഡിവൈഎസ്പിയുടെ യാത്രയപ്പിനിടെ ഇൻസ്പെക്ടർമാരുടെ തമ്മിൽ തല്ല്. ആലപ്പുഴ മാന്നാറിലാണ് സംഭവം. ജില്ലയിലെ 2 പോലീസ് സ്റ്റേഷനുകളിലെ SHOമാരാണ് തമ്മിൽ തല്ലിയത്. മറ്റൊരു SHOയുടെ വാടക വീട്ടിൽ വെച്ചാണ് തർക്കം നടന്നത്. പ്രൊമോഷൻ ട്രാൻസ്ഫർ കിട്ടിയ ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്ക് യാത്രയപ്പ് നൽകുന്നതിനിടെയായിരുന്നു തർക്കം. ഏകദേശം 3 മിനിറ്റോളം തമ്മിൽ തല്ല് നടന്നുവെന്നാണ് വിവരം. നിയമ നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നാണ് വിവരം. പവാറിനൊപ്പം തുടർന്നാൽ അയോഗ്യരാക്കും. മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും മുന്നറിയിപ്പ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി AK ശശീന്ദ്രനും തോമസ് കെ തോമസിനും NCP ദേശീയ അധ്യക്ഷൻ പ്രഫുൽ പട്ടേലിന്റെ മുന്നറിയിപ്പ്. ശരത് പവാറിനൊപ്പം തുടർന്നാൽ MLA സ്ഥാനത്തുനിന്ന് അയോഗ്യരാക്കുമെന്ന് MLAമാർക്ക് അയച്ച കത്തിൽ പ്രഫുൽ പട്ടേൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ കേരളത്തിലെ NCP MLAമാർ പവാറിനൊപ്പമാണെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. കേരളത്തിലെ MLAമാർ ശരത് പവാറിനൊപ്പം തുടരുന്നതിനാൽ മെയ് 31-നുള്ളിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രഫുൽ പട്ടേൽ 2 MLAമാർക്കും നേരത്തെ കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇരുവരും അതിന് വിശദീകരണം നൽകാത്ത സാഹചര്യത്തിലാണ് പുതിയ കത്ത് അയച്ചിരിക്കുന്നത്. വയനാട്ടിലെ വന്യമൃഗശല്യത്തിനെതിരെ വയനാട്ടിലെ വന്യമൃഗശല്യത്തിനെതിരെ സമരം. നാട്ടുകാർക്കെതിരെ ലാത്തിവീശി പോലീസ്. വയനാട് മേപ്പാടി താഞ്ഞിലോട് വന്യമൃഗശല്യത്തിനെതിരെ സമരം ചെയ്ത നാട്ടുകാർക്കെതിരെ പോലീസ് നടപടി. റോഡ് ഉപരോധിച്ച ജനകീയ സമിതി പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. മേഖലയിലെ കാട്ടാനശല്യം ഉൾപ്പെടെ കൂടിയ സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. ഇന്ന് രാവിലെ 7 മണി മുതലായിരുന്നു മേപ്പാടി ചൂരൽമല പാത നാട്ടുകാർ ഉപരോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായിരുന്നു. കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് അത്ഭുതകരമായ ആളുകൾ രക്ഷപ്പെട്ട അനുഭവം പ്രദേശത്തുണ്ട്. വൻ കൃഷിനാശവും സംഭവിക്കുകയാണ്. 3 മണിക്കൂറോളം ഉപരോധം നീണ്ടു. DFO അജിത് കെ രാമൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ജില്ലാ കളക്ടർ നേരിട്ടെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിനിടയിലാണ് പോലീസ് നടപടി. കോളേജ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തു. അധ്യാപകരും കൂട്ടാളിയും അറസ്റ്റിൽ. ബംഗളൂരുവിൽ വിദ്യാർത്ഥിനിയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ മംഗളൂരു മൂഡ്ബ്രിദ്ധിയിലെ കോളേജിലെ 2 അധ്യാപകരെയും അവരുടെ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു. മാറാത്തഹള്ളി പോലീസ് സ്റ്റേഷനിൽ പെൺകുട്ടി നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. അക്കാദമിക് കുറിപ്പുകൾ പങ്കുവെക്കുന്നതിന്റെ മറവിൽ പ്രതികൾ വിദ്യാർത്ഥിനിയുമായി അടുപ്പം വളർത്തിയതായി പരാതിയിൽ പറയുന്നു. തുടർന്ന് ബ്ലാക്ക് മെയിലിംഗും ആവർത്തിച്ചുള്ള ലൈംഗിക അതിക്രമങ്ങളും നടന്നു. അറസ്റ്റിലായവർ ഫിസിക്സ് അധ്യാപകൻ നരേന്ദ്ര, ബയോളജി അധ്യാപകൻ സന്ദീപ്, അവരുടെ സുഹൃത്ത് അനൂപ് എന്നിവരാണ് അറസ്റ്റിലായത്. നരേന്ദ്ര വിദ്യാർത്ഥിനിയുമായി സൗഹൃദത്തിലാവുകയും ചാറ്റുകൾ വഴി പതിവായി ആശയവിനിമയം നടത്തുകയും ചെയ്തതോടെയാണ് പീഡനം ആരംഭിച്ചത്. വിദ്യാർത്ഥിനി ബംഗളൂരുവിലേക്ക് മാറിയ ശേഷവും നരേന്ദ്ര ബന്ധം തുടരുകയും ഒടുവിൽ മറാത്തഹള്ളിയിലെ തന്റെ സുഹൃത്തിന്റെ വാടകമുറിയിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തുവെന്നാണ് പരാതി. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് പുറത്തുവിട്ട് കാന്തപുരം.
നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പ് ഔദ്യോഗികമായി ലഭിച്ചെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വിധിപ്പകർപ്പ് അബൂബക്കർ മുസ്ലിയാർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു. പ്രാർത്ഥനകൾ ഫലം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിച്ചതിനു പിന്നാലെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന ആക്ഷൻ കൗൺസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന് നന്ദി അറിയിച്ചിരുന്നു. ദിയാദനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് വിവരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞില്ല. CPM കൗൺസിലർ രാജിവെച്ചു. നെടുമങ്ങാട് നഗരസഭയിലെ CPM കൗൺസിലർ രാജിവെച്ചു. വാഗ്ദാനം ചെയ്ത പാലം യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കൊപ്പം വാർഡ് കൗൺസിലർ P രാജീവാണ് രാജിവെച്ചത്. രാജി സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. കുന്നം വലിയ പാലത്തിന് 1.5 കോടി അനുവദിച്ചെങ്കിലും അപ്രോച്ച് റോഡിലുള്ള സ്ഥലമേറ്റെടുപ്പിനുള്ള നടപടികൾ ഇപ്പോഴും അവ്യക്തമാണെന്ന് കുറിപ്പിൽ പറയുന്നു. മാവേലിക്കരയിൽ MDMAയും കഞ്ചാവുമായി കായംകുളം സ്വദേശികളായ യുവാക്കൾ പിടിയിൽ. മാവേലിക്കര ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന് തെക്കുവശത്ത് നിന്നാണ് MDMAയും കഞ്ചാവും വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്ന യുവാക്കൾ പിടിയിലായത്. പ്രതികളിൽ നിന്നും 0.713 ഗ്രാം MDMAയും 2.1 ഗ്രാം കഞ്ചാവും ഇവ കടത്തുവാൻ ഉപയോഗിച്ച ഉദ്ദേശം 3 ലക്ഷം രൂപ വിലയുള്ള ഡ്യൂക്ക് ബൈക്കും പിടിച്ചെടുത്തു. കാർത്തികപ്പള്ളി പത്തിയൂർ എരുവ പോക്കാട്ടുപറമ്പിൽ വീട്ടിൽ അജ്മൽ, പത്തിയൂർ വലിയ വീട്ടിൽ വിഷ്ണു എന്നിവരാണ് മാവേലിക്കര എക്സൈസ് പിടികൂടിയത്. മാസങ്ങളായി ഇവർ എക്സൈസ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു.